ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ചില വ്യവസ്ഥ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ചില വ്യവസ്ഥകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്, ദൈവത്തിലുള്ളതാകുന്ന ആഴമേറിയ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം റോമാലേഖനം 4:17 കാണുവാൻ കഴിയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് അബ്രഹാം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് താൻ മടിക്കാതിരുന്നതും എന്ന് നമുക്ക് അറിയാം. രണ്ടാമത്തെ കാര്യം, ദൈവേഷ്ടം നിവർത്തിക്കണം എന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞതായ കാര്യം നമുക്ക് മത്തായിയുടെ സുവിശേഷം 12:50 കാണുവാനായിട്ട് കഴിയും. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും അല്ലെങ്കിൽ സഹോദരിമാരും എന്നാണ് കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. മൂന്നാമത്തെ കാര്യം, ആവശ്യമുള്ളത് കൃത്യമായ വാക്കുകളിൽ നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കൂടുതൽ ജൽപ്പനങ്ങളല്ല, ആവശ്യമുള്ളത് വളരെ കൃത്യതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ ഹിതത്തിന് പരിധി ഒരിക്കലും നാം കൽപ്പിക്കരുത്, അഥവാ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം, ഹൃദയത്തിൽ സംശയത്തിന് അല്പം പോലും ഇട കൊടുക്കരുത് എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, ചോദിക്കുന്നതെല്ലാം ലഭിക്കും എന്ന് നാം വിശ്വസിക്കണം. കാരണം ചോദിക്കുന്ന അപ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഏഴാമത്തെ കാര്യം, ചോദിച്ചത് സംഭവിക്കുവാൻ ദൈവിക അധികാരത്തിൽ അത് കൽപ്പിക്കണം. ദൈവത്തോടല്ല, ആ വിഷയത്തെ നോക്കിക്കൊണ്ട് അത് കൽപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ചിലത് മാറിപ്പോകുവാൻ, ചിലപ്പോൾ രോഗാത്മാവിനോട് കൽപ്പിക്കുവാൻ, അന്ധകാര ആത്മാവിനോട് കൽപ്പിക്കുവാൻ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എട്ടാമത്തെ കാര്യം, ആവശ്യമുള്ളത് ദൈവത്തിന്റെ ഹിതമാണെന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് എടുത്തു പറയുന്നത്. 9-ാമത്തെ കാര്യം, ദൈവത്തോടും മനുഷ്യരോടും ശുദ്ധമായ ഹൃദയവും ജീവിതവും ഉള്ളവരായിരിക്കണം. അത് 1 യോഹന്നാന്റെ ലേഖനം 3:22-23 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു വിഷയത്തിന്റെ മുമ്പിലും നാം ഭാരപ്പെടാതെ വേണം അപ്രകാരം വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മളിവിടെ ചിന്തിച്ചതുപോലെ ആ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട കർത്താവേ, ഈ ദൂത് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അവരെ തടസ്സം ചെയ്ത് നിൽക്കുന്ന ബന്ധനമാകട്ടെ, രോഗമാകട്ടെ, മറ്റ് ഏത് ആവശ്യകതയാകട്ടെ, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രുവിനോട് കൽപ്പിക്കുമ്പോൾ അവ മാറിപ്പോകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ
വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കുനി തന്നുവല്ലോ. നീക്കം വരാ